നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ഉദ്യോഗപർവം വിതുരോപദേശം തുടരുന്നു. വിതുരൻ തുടർന്നു: മഹാരാജാവേ, മിഥ്യാകർമ്മങ്ങളെ ചെയ്യരുത്. എന്ത് ചെയ്യുമ്പോഴും അതിന് തക്ക പ്രയോജനം ഉണ്ടാകണം. ആലോചിക്കാതെ വേഗത്തിൽ ഒന്നും ചെയ്യരുത്. സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് മാത്രമേ എന്തും പ്രവർത്തിക്കാവൂ. രാജ്യം കിട്ടിയെന്നും താൻ രാജാവായെന്നും വിചാരിച്ച് അശ്രദ്ധനായിരിക്കുന്നവൻ കാലം കൊണ്ട് അധപതിക്കുക തന്നെ ചെയ്യും. വിഴുങ്ങിയാൽ ദഹിക്കുന്നത് മാത്രമേ വിഴുങ്ങാവൂ. വൃക്ഷത്തിൻ്റെ പക്വമാകാത്ത ഫലം പൊട്ടിച്ചെടുത്താൽ അതിന് ആസ്വാദ്യത ഉണ്ടാവുകയില്ല. അതിൻ്റെ വിത്ത് മുളയ്ക്കുകയുമില്ല. യഥാകാലം പഴുത്തു പാകം വന്ന ഫലമാണെങ്കിൽ അത് ആസ്വദിക്കാം. അതിൻ്റെ വിത്ത് മുളച്ച് വീണ്ടും വൃക്ഷമായി ഫലത്തെ നൽകും. പൂക്കൾക്ക് കേടു സംഭവിക്കാതെ മധു സംഭരിക്കുന്നത് പോലെ വേണം മർത്യരിൽ നിന്ന് രാജാവ് അർത്ഥം നേടേണ്ടത്. എന്ത് ചെയ്യുമ്പോഴും അത് ചെയ്താലും ഇല്ലെങ്കിലും ഉണ്ടാകാവുന്ന ഗുണവും ദോഷവും നല്ലതുപോലെ ചിന്തിക്കണം. ആവശ്യമുള്ളതാണ് എന്നും അനർത്ഥമില്ലാത്തതാണെന്നും ബോധ്യം വന്നാൽ മാത്രമേ എന്തും ചെയ്യാവൂ. നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ലോകത്തെ സന്തോഷിപ്പിക്കുന്നവനെ മാത്രമേ ലോകം ഇഷ്ടപ്പെടുകയുള്ളൂ. വെറുപ്പിക്കുന്നവനെ ലോകവും വെറുക്കും. വേടൻ മാനുകളെ ഭയപ്പെടുത്തുന്നത് പോലെ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ കടലോളം വിസ്തൃതമായി ഭൂമി മുഴുവൻ നേടിയാലും താഴെ വീഴുകയേ ഉള്ളൂ. ധർമ്മത്തിലൂടെ സമ്പാദിച്ചതേ നിലനിൽക്കൂ. ധർമ്മമാണ് സുഖത്തിനും സമാധാനത്തിനും എല്ലാം ഹേതു. അതിനാൽ രാജ്യം പിടിച്ചടക്കുന്നതും ഭരിക്കുന്നതും ധർമ്മത്തിലൂടെ ആയിരിക്കണം. തട്ടിപ്പറിച്ചവന് ശ്രേയസ് ഉണ്ടാവും എന്ന് കരുതരുത്. കറക്കുവാൻ സമ്മതിക്കാത്ത പശുവിനെ കറക്കുവാൻ വളരെ ക്ലേശിപ്പിക്കേണ്ടി വരുന്നു. സുഖമായി കറക്കുവാൻ സമ്മതിക്കുന്ന പശുവിനെ ആരും ക്ലേശിപ്പിക്കാറില്ല. അതുപോലെ അധാർമികരും കാര്യങ്ങളെ നടത്താറുണ്ട്. എന്നാൽ ധാർമ്മികന്മാർക്കില്ലാത്ത ക്ലേശങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുന്നു. സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് ദരിദ്രന്മാരാണ്. സമ്പന്നന്മാർക്ക് എന്തൊക്കെ ഉണ്ടായാലും വിശപ്പില്ലാത്തതിനാൽ രുചി ഉണ്ടായിരിക്കുകയില്ല. ആകയാൽ ദരിദ്രരെ പോലെ സുഖമായി ആഹരിക്കാൻ സമ്പന്നർക്ക് സാധിക്കാറില്ല. ഉപജീവനത്തിന് മാർഗം കാണാത്തതിനാലാണ് നീചന്മാർക്ക് ഭയം. മദ്യമന്മാർ മരണത്തെ ഭയപ്പെടുന്നു. എന്നാൽ ഉത്തമന്മാരുടെ ഭയം ഭക്ഷണമില്ലായ്മയിലോ മരണത്തിലോ അല്ല, അവർ അപമാനത്തെയാണ് ഭയപ്പെടുന്നത്. സ്വന്തം മനസ്സാണ് ഒരുവൻ്റെ ഒന്നാമത്തെ ശത്രു. സ്വമനസ്സിനെ കീഴടക്കാതെ അമാത്യന്മാരെ കീഴടക്കാൻ നോക്കിയാൽ ഫലമുണ്ടാവുകയില്ല. അമാത്യന്മാരെ കീഴടക്കാതെ ശത്രുക്കളോട് യുദ്ധത്തിന് പോയാൽ അവൻ തോറ്റു നശിച്ചു പോകും. ഇന്ദ്രിയങ്ങളെ ജയിക്കുകയും ആത്മാവിനെ അറിയിക്കുകയും ചെയ്തതിനു ശേഷം അപരാധികളെ ശിക്ഷിക്കുന്നതിൽ ജാഗ്രതയുള്ളവനായി സൂക്ഷിച്ച് പ്രവർത്തിക്കുന്ന ധീരന് ഐശ്വര്യമുണ്ടാകും. പുരുഷൻ അവൻ്റെ ശരീരം രഥമാകുന്നു. മനസ്സ് തേരാളിയാണ്. ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. ഇണങ്ങിയ അശ്വങ്ങളെ പൂട്ടിയ രഥം പോലെ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ സുഖമായി ജീവിതയാത്ര ചെയ്യും. അജിതേന്ദ്രിയനായ മൂഢൻ അനർത്ഥത്തെ അർത്ഥമായും കാണും. യോഗ്യന്മാരായ രാജാക്കന്മാർ പോലും ഇന്ദ്രിയങ്ങൾക്ക് ദാസന്മാരായി രാജ്യഭ്രാന്തന്മാരായി കാണാറുണ്ട്. ദുഷ്ടന്മാരെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ഇടയിൽ നിൽക്കുന്ന ശിഷ്ടന്മാർക്കും തുല്യമായ ദുഃഖം വന്നുകൂടും. ഉണക്കക്കൊള്ളിയുടെ ഇടയിൽ കിടക്കുന്ന പച്ചവിറകും കത്തിപ്പോകുന്നു. ആകയാൽ പാവാത്മാക്കളോട് ഒരിക്കലും ചേർന്നു നിൽക്കരുത്. വാക്കടക്കുക എന്നത് അസാധ്യമാണ്. സാരഗർഭമായും ഭംഗിയായും സംസാരിക്കാൻ വിഷമമാണ്. വാക്ക് നന്നായി പറയുകയാണെങ്കിൽ അത് പല നന്മകളെയും ഉണ്ടാക്കുന്നു. ചീത്തയായി പറയുകയാണെങ്കിൽ ആ വാക്ക് പല അനർത്ഥങ്ങളും വരുത്തിക്കൂട്ടും. അമ്പുകൊണ്ട് ഉണ്ടാകുന്ന വ്രണം ഉണങ്ങും. മഴുകൊണ്ട് വെട്ടി നശിപ്പിച്ച കാട് വീണ്ടും മുളച്ച് തഴയ്ക്കും. എന്നാൽ ദൂഷ്യമായ വാക്ക് പറഞ്ഞിട്ടുണ്ടാകുന്ന വാഗ്വ്രണം ഒരിക്കലും ഉണങ്ങുകയില്ല. അന്യനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരിക്കലും പറയരുത്. ഹേ രാജാവേ, ഭവാന്റെ പുത്രന്മാർക്ക് ബുദ്ധി പഴച്ചിരിക്കുന്നു. അങ്ങേക്ക് അവരിലുള്ള പ്രീതി നിമിത്തം അങ്ങ് ഇതൊന്നും അറിയുന്നില്ല. കുരുവംശത്തിൽ സൽഗുണം കൊണ്ട് ഉയർന്നു നിൽക്കുന്നവനാണ് യുധിഷ്ഠിരൻ. അവൻ തേജസ്സും പ്രജ്ഞയും ചേർന്നവനാണ്. ധർമാർത്ഥങ്ങളുടെ കാതൽ കണ്ടവനാണ്. കോപാലവും സത്യസന്ധനുമായ അവൻ ധർമ്മിഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ഭവാൻ ഗുരുവാണല്ലോ എന്ന് ചിന്തിച്ച ആ സൽഗുണ സമ്പന്നൻ എല്ലാ ക്ലേശങ്ങളും സഹിക്കുകയാണ്. ആകർഷണീയവും വിദഗ്ധവുമായ വിതുരൻ്റെ വജോവിലാസത്തിൽ മുഴുകിയ ധൃതരാഷ്ട്രൻ വിതുരനെ പുകഴ്ത്തി. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുന്തോറും പിന്നെയും പിന്നെയും അതുപോലെയുള്ള വാക്കുകൾ കേൾക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. വിതുരൻ തൻ്റെ ഉപദേശം തുടർന്നു: തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത് പുണ്യമാണ്. വക്രതയില്ലാതെ സത്യസന്ധമായി പെരുമാറുന്നതാണല്ലോ ആർജവം. അങ്ങനെയുള്ള ആർജവവും എല്ലാ ജീവികളോടും കാട്ടിയാൽ അതും പുണ്യമാണ്. ഇവ രണ്ടും
തുല്യമാണെങ്കിലും മേന്മയേറിയ പുണ്യം ആർജവമാണ്. ആർജവമില്ലാത്തവന് തീർത്ഥസ്നാനം കൊണ്ട് പുണ്യമൊന്നും ലഭിക്കുകയില്ല. ആർജവമുള്ള ഒരാൾക്ക് എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നുകയുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്താൽ സൽകീർത്തി ഉണ്ടാകും. സൽകീർത്തി സമ്പാദിച്ചാൽ സ്വർഗം ലഭിക്കും. പുണ്യമായ കീർത്തി ലോകത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഭഗവാന് സ്വർഗലോകത്ത് പൂജ്യമായ സ്ഥാനം ഉണ്ടായിരിക്കും. ഇനി പുത്രസ്നേഹമല്ല ആർജവമാണ് മുഖ്യം എന്ന് പറയുന്നു. പുത്രസ്നേഹം മൂലം അങ്ങ് ആർജവം കൈവടിയുകയാണ്. അത് അങ്ങേക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും. പുത്രസ്നേഹത്തിൻ്റെ പേരിൽ ആർജവം വിടരുത് എന്നുള്ളതിന് ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. പണ്ട് കേശിനി എന്നു പേരായി ലാവണ്യവതിയായ ഒരു കന്യക ഉണ്ടായിരുന്നു. അവൾ അങ്കിരസിൻ്റെ പുത്രനായ സുധന്വാവ് എന്നൊരു ബ്രാഹ്മണ യുവാവിൽ അനുരക്തയായി. എന്നാൽ പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനൻ എന്ന ദൈത്യൻ കേശിനിയെ കാംക്ഷിച്ച് അവളെ സമീപിച്ച് തന്നെ ഭരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. കേശിനി പറഞ്ഞു, രണ്ടുപേരെയും കൂടി ഭരിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ കൂടുതൽ യോഗ്യതയുള്ള ആളിനെ ഞാൻ ഭരിക്കാം. സുധന്വാവും വിരോചനനും കൂടി തർക്കമായി. തനിക്കാണ് കൂടുതൽ യോഗ്യതയെന്ന് അസുരനും, അസുരനെ ശപിച്ചു കൊല്ലാൻ പോലും കഴിയുന്ന ബ്രാഹ്മണനായ തനിക്കാണ് കൂടുതൽ യോഗ്യത എന്ന് സുധന്വാവും വാദിച്ചു. തർക്കം മൂത്തു. എന്ത് പന്തയം വെച്ചും തർക്കത്തെ മത്സരിക്കാമെന്ന് വിരോചനൻ പറഞ്ഞു. ഏതു വിദ്വാന്റെ അടുത്തും തർക്ക നിവാരണത്തിന് പോകുന്നതിനും അവൻ സന്നദ്ധനായി. അവർ ഇരുവരും അവരുടെ പ്രാണൻ തന്നെ പന്തയമായി വെക്കാൻ തീരുമാനിച്ചു. ആരുടെ അടുത്ത് പോയിട്ടാണ് തർക്കം പരിഹരിക്കാൻ ആവശ്യമായ ഉപദേശം വാങ്ങേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, പ്രഹ്ലാദൻ നിന്റെ അച്ഛനാണല്ലോ. അദ്ദേഹം പേര് കേട്ട നീതിമാനാണ്. പ്രാണൻ പണയം വെച്ചിട്ടാണ് വാദിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്യാം. പുത്രന് വേണ്ടിയായാലും പ്രഹ്ലാദൻ അസത്യം പറയുകയില്ല. ഇരുവരും പ്രഹ്ലാദന്റെ സമീപത്തെത്തി. കീരിയും പാമ്പും പോലെ ശത്രുക്കളായി ഇരുവരും കൂടി ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ പ്രഹ്ലാദൻ അത്ഭുതപ്പെട്ടു. മുമ്പെങ്ങും ഒരുമിച്ച് നടന്നിട്ടില്ലാത്ത ഇവർ എങ്ങനെ സഹകാരികളായി തീർന്നു എന്ന് പ്രഹ്ലാദൻ ആരാഞ്ഞു. വിരോചനൻ പറഞ്ഞു, എനിക്ക് സുധന്യവുമായി ഒരു സഖ്യവുമില്ല. ഞങ്ങൾ ജീവൻ പണയം വെച്ച് വാദിച്ചിരിക്കുകയാണ്. ഭഗവാനോട് തത്വം ചോദിക്കാൻ വന്നതാണ്. സുധന്യാവ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യമായ മറുപടി ഭഗവാൻ പറഞ്ഞാലും ബ്രാഹ്മണനായ ഞാനോ അതോ ഈ വിരോചന ദൈത്യനോ ആരാണ് കൂടുതൽ യോഗ്യൻ എന്നാണ് ഞങ്ങളുടെ തർക്കം. അതിൻ്റെ ശരിയായ മറുപടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലോ. പ്രഹ്ലാദൻ അത് കേട്ട് ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരാൾ എൻ്റെ പുത്രനാണ്, മറ്റേയാൾ നേരെ വന്നു കയറിയ അതിഥിയാണ്. ഇവർ തമ്മിൽ വാദിച്ച് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? സുധന്യാവ്, രണ്ടുപേർ തമ്മിൽ വാദിക്കുമ്പോൾ പുത്രൻ എന്നോ അതിഥി എന്നോ നോക്കാതെ നീതിമാനായ ഭഗവാൻ എന്താണ് ശരി എന്ന് പറയണം. ഏതാണ് ശരി എന്ന് പറയണം. പ്രഹ്ലാദൻ, എടോ വിരോചന, സുധന്വാവിൻ്റെ പിതാവായ അങ്കിരസ് എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. നിന്റെ മാതാവിനേക്കാൾ സുധന്വാവിൻ്റെ മാതാവിന് ശ്രേഷ്ഠത കൂടും. ആകയാൽ നിന്നേക്കാൾ ശ്രേഷ്ഠനാണ് സുധന്വാവ്. നിങ്ങളുടെ തർക്കത്തിൽ സുധന്വാവ് ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ പ്രാണൻ ഇപ്പോൾ അയാളുടെ കയ്യിലാണ്. സുധന്വാവേ, ഭഗവാന് എന്നിൽ കരുണയുണ്ടാകണം. വിരോചനന്റെ ജീവൻ എനിക്ക് വിട്ടുതരണമെന്ന് അപേക്ഷിക്കുന്നു. സുധന്യാവ്, പ്രഹ്ലാദ, സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഭഗവാനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഭഗവാന്റെ പുത്രനെ ഞാൻ അങ്ങേക്ക് വിട്ടുതരുന്നു. ധൃതരാഷ്ട്ര രാജാവേ, ഈ കഥ ഭഗവാൻ ഗ്രഹിക്കുക. പുത്രന് വേണ്ടി സത്യം പറയാഞ്ഞാൽ പുത്രാമാത്യന്മാരോടുകൂടി ഭഗവാൻ നശിക്കും. അതിന് ഭഗവാൻ ഇടയാക്കരുത്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നാം കാര്യകാര്യങ്ങൾ തീർച്ചയാക്കണം. എത്രത്തോളം ഒരുവന് നന്മയിൽ മനസ്സ് ചെല്ലുന്നുവോ അത്രത്തോളം അവന് അർത്ഥസിദ്ധി ഉണ്ടാവും. വൃദ്ധന്മാരില്ലാത്ത സഭ സഭയാവുകയില്ല. ധർമ്മജ്ഞന്മാരല്ലാത്ത വൃദ്ധന്മാർ വൃദ്ധന്മാരുമല്ല. സത്യം കൂടാതെയുള്ളത് ധർമ്മമാവുകയില്ല. രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ പകൽ പ്രയത്നിക്കണം. മഴക്കാലത്ത് സുഖമായിരിക്കണമെങ്കിൽ അതിന് മുമ്പത്തെ 8 മാസം കൊണ്ട് ധനം സമ്പാദിക്കണം. യൗവനത്തിൽ പ്രയത്നിച്ചാലേ വാർദ്ധക്യത്തിൽ സുഖിക്കാൻ കഴിയൂ. അതുപോലെ പരലോകത്ത് സുഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇഹലോകത്ത് വേണ്ട കർമ്മം ചെയ്യണം. തോൽക്കുകയോ തോൽപ്പിക്കുകയോ എതിർക്കുകയോ തടുക്കുകയോ ചെയ്യാതെ നിന്ദയെയും പ്രശംസയെയും ഒരുപോലെ കരുതുന്നവനാരോ അവൻ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരുന്നില്ല. കോപത്താൽ ഭയപ്പെടുത്തുകയോ ശങ്കയോടെ ഉപചരിക്കുകയോ ചെയ്യുന്നത് മിത്രത്തിന് പറ്റിയതല്ല. പിതാവിനെ പോലെ ആശ്വസിപ്പിക്കുന്നവനാണ് മിത്രം. അന്യരൊക്കെ കൂട്ടുകാർ മാത്രമാണ്. മിത്രങ്ങളെ പിണക്കിയാൽ എപ്പോഴും ദുഃഖിക്കേണ്ടി വരും. സന്താപം മൂലം സൗന്ദര്യം നശിക്കും. സന്താപം മൂലം ബലവും ക്ഷയിക്കും. സന്താപം മൂലം ജ്ഞാനം നശിക്കും. സന്താപം മൂലം വ്യാധി ഉണ്ടാവുകയും ചെയ്യും. ശോകം വളർന്നാൽ ഇഷ്ടങ്ങൾ സാധിക്കാതെ വരും. ശത്രുക്കൾക്ക് സന്തോഷിക്കുവാൻ അത് ഹേതുവാകുകയും ചെയ്യും. അതുകൊണ്ട് മിത്രദ്രോഹം മൂലമുള്ള ശോകത്തിൽ ഭഗവാൻ പെട്ടുപോകരുത്. മനുഷ്യൻ വീണ്ടും വീണ്ടും ജനിക്കുകയും
മരിക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും അഭിവൃദ്ധിപ്പെടുകയും ക്ഷയിക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും യാചിക്കുകയും യാതന ചെവികൊള്ളുകയും ചെയ്യും. വീണ്ടും വീണ്ടും ദുഃഖിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യും. ഈ സംസാരത്തിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കും. സുഖദുഃഖങ്ങൾ, ലാഭാലാഭങ്ങൾ, ഭാവാഭാവങ്ങൾ, ജനനമരണങ്ങൾ എന്നിവയെല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കും. ധീരന്മാർ ഇവയിൽ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുകയില്ല. വിതുരഹിതവാക്യങ്ങൾ കേൾക്കുന്തോറും ധൃതരാഷ്ട്രൻ്റെ ആദി കൂടി കൂടി വന്നതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭയം വർദ്ധിച്ചു, സമാധാനം നശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്ത മിഥ്യയായ കർമ്മങ്ങൾ മന്ദന്മാരായ എൻ്റെ മക്കൾക്ക് യുദ്ധത്തിൽ നാശം വരുത്തി അവസാനിപ്പിക്കും. അക്കാര്യം ഓർക്കുമ്പോൾ ദുഃഖം എന്നെ വിടുന്നില്ല. എന്നും ദുഃഖിക്കാൻ വേണ്ട കാര്യങ്ങളാണല്ലോ ഞാൻ ചെയ്തതൊക്കെ. എൻ്റെ മനസ്സ് എപ്പോഴും ഭയത്താൽ ഉഴലുകയാണ്. എൻ്റെ ഉത്കണ്ഠ വർദ്ധിക്കുകയാണ്. ഇനി അഭയസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു തരൂ. വിതുരൻ തൻ്റെ ഉപദേശം തുടർന്നു. മഹാരാജാവേ, ബുദ്ധി ശരിയായി വിനിയോഗിച്ചാൽ ഭയം ഒഴിഞ്ഞുപോകും. നന്നായി വിരിച്ച മൃദുലമായി കിടക്കയിൽ കിടന്നാലും ഭേദദൃഷ്ടി ഉണ്ടായാൽ അവന് ഉറക്കം കിട്ടുകയില്ല. ഭേദബുദ്ധി ഉള്ളവന് പത്യവാക്ക് പറഞ്ഞാൽ രസിക്കുകയില്ല. ഭേദബുദ്ധി ബാധിച്ചവന് സർവനാശമല്ലാതെ വേറെ ഗതിയൊന്നും ഞാൻ കാണുന്നില്ല. കനം കുറഞ്ഞ നൂലുകൾ കൂട്ടിപ്പിരിച്ചാൽ ബലപ്പെടുന്നു. ഈ നൂലുകൊണ്ട് കാര്യമായ പല വേലകളും ചെയ്യുവാൻ കഴിയുന്നു. അടുപ്പിലെ കൊള്ളികൾ വേർതിരിച്ചിട്ടാൽ പുകയും, കൂട്ടിച്ചേർത്താൽ ജ്വലിക്കും. ഹേ ധൃതരാഷ്ട്ര, അതുപോലെയാണ് ജ്ഞാനികളുടെ, അതായത് പിതാവ് വഴിയുള്ള ബന്ധുക്കൾ കഥയും അന്യോന്യം ആശ്രയിച്ച് കൈകോർത്തു നിന്നാൽ പൊയ്കയിൽ പൊൻതാമര പോലെ ബന്ധുജനങ്ങൾ വർദ്ധിക്കും. ഭവാൻ ദുഃഖാതുരനായി നാൾ കഴിച്ചിട്ട് എന്താണ് കാര്യം? ഭവാൻ ഇനിയെങ്കിലും നല്ലത് ചെയ്യുക. പാണ്ഡവന്മാരുടെ ശത്രുമിത്രങ്ങൾ ധാർത്തരാഷ്ട്രന്മാരുടെയും ധാർത്തരാഷ്ട്രന്മാരുടെ ശത്രുമിത്രങ്ങൾ പാണ്ഡവന്മാരുടെയും ആകണം. അങ്ങനെ കുരുവംശജരെല്ലാം ഒന്നായി ഒരേ മനസ്സായി ഇണങ്ങി സമൃദ്ധരായി സുഖമായി ജീവിക്കട്ടെ. രാജേന്ദ്ര, ഭവാൻ ദുര്യോധനെ വേണ്ട പോലെ നിയന്ത്രിച്ചു നിർത്തുക. ധൃതരാഷ്ട്രൻ വിതുരൻ്റെ വാക്കുകളിൽ അങ്ങേയറ്റം ആകൃഷ്ടനായി. എങ്കിലും പുത്രവാത്സല്യം അദ്ദേഹത്തിനെ അവശനാക്കി. അദ്ദേഹം പറഞ്ഞു, ഭാവിയിൽ ശ്രേയസ്സുണ്ടാകുവാൻ പ്രാജ്ഞന്മാർ സമ്മതിക്കുന്ന വാക്കുകളാണ് ഭവാൻ പറയുന്നത്. എന്നാൽ പുത്രനെ ഉപേക്ഷിക്കുവാൻ എനിക്ക് വയ്യ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാകട്ടെ, അല്ലാതെ ഞാൻ എന്തു ചെയ്യും? വിതുരൻ പിന്നെയും ഉപദേശങ്ങൾ നൽകി ധൃതരാഷ്ട്രനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇനി വിതുരോപദേശ സംഗ്രഹം. അദ്ദേഹം തുടർന്നു. മഹാരാജാവേ, 100 പേർ വനമാണ്. പാണ്ഡവന്മാർ വ്യാഘ്രങ്ങളാണ്. വ്യാഘ്രങ്ങളുള്ള കാട് വെട്ടിമുറിക്കരുത്. കാട് വെട്ടി വ്യാഘ്രങ്ങളെ ഓടിക്കരുത്. വ്യാഘ്രങ്ങൾ ഇല്ലെങ്കിൽ കാടില്ല, കാടില്ലെങ്കിൽ വ്യാഘ്രങ്ങളുമില്ല. വ്യാഘ്രങ്ങൾ കാടിനെയും കാട് വ്യാഘ്രങ്ങളെയും രക്ഷിക്കും. ദരിദ്രനും ദീനനും രോഗിയുമായ ബന്ധുക്കളെ എപ്പോഴും സഹായിച്ച് അനുഗ്രഹിക്കണം. അങ്ങനെ ചെയ്യുന്നവൻ പുത്രധന സമൃദ്ധിയോടെ ശ്രേയസ് നേടും. ആത്മസുഖത്തെ ഇച്ഛിക്കുന്നവൻ ബന്ധുക്കളുടെ അഭിവൃദ്ധിക്കായി ശ്രമിക്കേണ്ടതാണ്. അതിൽ നിന്നാണ് കുലം അഭിവൃദ്ധിപ്പെടുക. അങ്ങനെയിരിക്കെ ഗുണവാന്മാരും ഭവാന്റെ പ്രസാദത്തെ കാക്ഷിക്കുന്നവരുമായ പാണ്ഡവന്മാരിൽ ഭവാൻ എന്താണ് പ്രസാദിക്കാത്തത്? അവർക്ക് ജീവിക്കാൻ വേണ്ടി ചില ഗ്രാമങ്ങളെങ്കിലും നൽകുക. അവരോട് ചേർന്ന് നിന്നാൽ അങ്ങ് ശത്രുക്കൾക്ക് അദൃശ്യനായി ഭവിക്കും. ഭവാന് രക്ഷയ്ക്ക് ഇനിയും വഴിയുണ്ട്. മേലാൽ വേണ്ടതിനെ പറ്റിയുള്ള ചിന്ത ബുദ്ധിമാന്മാരിലേ ഉണ്ടാകൂ. ദുര്യോധനൻ പണ്ട് പാണ്ഡവന്മാരിൽ പാതകം ചെയ്തിട്ടുണ്ടെങ്കിലും കുലവൃദ്ധനായ ഭവാൻ അതൊക്കെ വേറെയാക്കേണ്ടതാണ്. ധീരന്മാർ പറയുന്ന നല്ല വാക്കുകൾ ഫലത്തിൽ കണ്ടറിഞ്ഞ് കാര്യങ്ങളിൽ ഉദ്യമിക്കുന്നവൻ വളരെ കാലം കീർത്തിമാനായി പരിലസിക്കും. മുമ്പേ ചെയ്ത കുറ്റത്തെ ആലോചിക്കാതെ പിന്തുടർന്നാൽ ദുരാശയൻ വിഷമവും അഗാധവുമായ ചളിക്കുണ്ടിൽ പതിക്കുന്നതാണ്. ഒരുവൻ മൈത്രികയെ കൈക്കൊള്ളണമെങ്കിൽ യുക്തി കൊണ്ട് ചിന്തിക്കണം, ബുദ്ധി കൊണ്ട് നിശ്ചയിക്കണം, മറ്റുള്ളവരിൽ നിന്നും ചോദിച്ചറിയണം, താൻ തന്നെ കാണണം, പ്രാജ്ഞന്മാരിൽ നിന്ന് അറിയുകയും വേണം. അങ്ങനെ ശരിയായി പരീക്ഷിച്ചിട്ടേ ബന്ധുക്കളെ തിരഞ്ഞെടുക്കാവൂ. മര്യാദ തെറ്റിക്കാതെ നടക്കുന്ന ഒരുവൻ താണകുലത്തിൽ ജനിച്ചവനായാലും അവനെ കുലീനനായി തന്നെ കണക്കാക്കണം. മൃദുവും ലജ്ജാവാനും ധാർമ്മികനുമായവൻ 100 കുലീനന്മാരെക്കാൾ ശ്രേഷ്ഠതരനാണ്. ശരിയായ മിത്രം കൃതജ്ഞനും ധാർമ്മികനുമായിരിക്കും. അവൻ സത്യവാദിയും ദൃഢഭക്തിയുള്ളവനും നിൽക്കേണ്ടിടത്ത് നിൽക്കുന്നവനും ഉറച്ച സ്നേഹമുള്ളവനും ആയിരിക്കും. തനിക്ക് അപ്രിയമായതെന്തോ അതൊന്നും മറ്റൊരുത്തനും ചെയ്യരുത്. നിത്യവും വണങ്ങി വൃദ്ധരെ സേവിക്കുന്നവർക്ക് കീർത്തി, യശസ്, ആയുസ്, ശക്തി എന്നിവ 4 വളരുന്നതാണ്. ലോകത്തിലുള്ള നെല്ല്, യവം, സ്വർണം, സ്ത്രീകൾ, പശുക്കൾ ഇതെല്ലാം ഒരാൾക്ക് ലഭിച്ചാൽ പോലും ഇയാൾക്ക് മതിയാകില്ല. ഈ യാഥാർത്ഥ്യം നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അവയിൽ ഭ്രമിക്കുമോ? സുഖം വർദ്ധിക്കുന്നവന് എവിടെ വിദ്യ ഉണ്ടാകും?
വിദ്യാർത്ഥിക്ക് എവിടെ സുഖം ലഭിക്കും? സുഖാർത്ഥി വിദ്യയെയും വിദ്യാർത്ഥി സുഖത്തെയും ഉപേക്ഷിക്കണം. മഹാരാജാവേ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഭവാൻ മക്കളിൽ എല്ലാവരിലും സമഭാവനയോടെ പെരുമാറുക. പാണ്ഡവന്മാരെയും അങ്ങയുടെ പുത്രന്മാരായി കരുതണം. അവരിലും കൗരവന്മാരിലും ഭവാൻ തുല്യമായി നില പുലർത്തുക. ധൃതരാഷ്ട്രൻ: ഹേ വിതുര, നീ എന്നോട് എപ്പോഴും പറയാനുള്ളതുപോലെ ഇക്കാര്യം എനിക്കും തോന്നാറുള്ളതാണ്. എന്നും പാണ്ഡവരെ പറ്റി ചിന്തിച്ച് ഞാൻ അവർക്ക് അനുകൂലനായി നിശ്ചയിക്കും. എന്നാൽ ദുര്യോധനൻ അടുത്തു വരുമ്പോൾ ആ നിശ്ചയമൊക്കെ അഴിഞ്ഞു പോകും. ആർക്കും അതിക്രമിക്കാൻ വയ്യാത്തതാണല്ലോ വിധി. ദൈവം തന്നെയാണ് വലുത്. പൗരുഷം വ്യർത്ഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ വാക്കുകളിൽ ആത്മവിദ്യയെപ്പറ്റി അവിടെ സൂചിപ്പിച്ചുവല്ലോ. എനിക്കത് വിസ്തരിച്ച് പറഞ്ഞു തരണം. കേൾക്കുന്നതിന് ആഗ്രഹമുണ്ട്. വിതുരൻ: ആത്മവിദ്യയെപ്പറ്റി എനിക്കറിയാം. എന്നാൽ ഞാൻ ജാതിയിൽ ശൂദ്രനാകയാൽ അത് ഉപദേശിക്കുന്നതിനുള്ള അധികാരമില്ല. എന്നും കുമാരനും നിത്യനുമായ സനൽ സുജാത മഹർഷി ഇത് അങ്ങേക്ക് ഉപദേശിച്ചു തരും. വിതുരൻ മഹർഷിയെ സ്മരിച്ചു. മഹർഷി പ്രത്യക്ഷപ്പെട്ടു. വിതുരന്റെ അപേക്ഷപ്രകാരം മഹർഷി ധൃതരാഷ്ട്രന് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു. മഹർഷിയും വിതുരനും ചേർന്ന് നൽകിയ ജ്ഞാനോപദേശങ്ങൾ കേട്ട് ധൃതരാഷ്ട്രർ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. അദ്ദേഹം അല്പസമയം പോലും കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്തില്ല. മഹർഷിയുടെ ഉപദേശം അസ്വസ്ഥമായ അദ്ദേഹത്തിൻ്റെ മനസ്സിന് കുറേയൊക്കെ ശാന്തി നൽകി. എങ്കിലും അസ്വാസ്ഥ്യം മുഴുവൻ വിട്ടുമാറിയില്ല. പ്രഭാതമായതോടുകൂടി മഹാരാജാവ് മഹർഷിയെയും വിതുരനെയും യാത്രയാക്കി. സഞ്ജയൻ പാണ്ഡവന്മാരിൽ നിന്ന് കൊണ്ടുവന്ന സന്ദേശം കേൾക്കുന്നതിന് വേണ്ടി സഭയിലേക്ക് പോകുവാൻ തയ്യാറായി. ഇതോടുകൂടി ഈ ഭാഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.